പ്രിയപ്പെട്ടവരെ, സമയം 8:18 ഇന്ധനത്തിൽ എഥനോളിന്റെ അളവ് വലിയ ചർച്ചയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ E20 പെട്രോൾ ഉണ്ടല്ലോ, അപ്പോൾ E25 പെട്രോൾ ആക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. തൽക്കാലം അത് ഫ്രീസ് ചെയ്തിരിക്കുക. നമ്മുടെ പെട്രോളിൽ എഥനോളിന്റെ അളവ് അത് കൂടുമ്പോൾ വാഹനങ്ങളുടെ മൈലേജിൽ നേരിയ കുറവുണ്ടാവോ ഇല്ലയോ? കുറവുണ്ടാവും എന്നതാണ് വാഹനം ഓടിച്ചവരൊക്കെ പറഞ്ഞത്. ഇതിപ്പോൾ സമ്മതിച്ചു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. പെട്രോളിനേക്കാൾ കുറഞ്ഞ കലോറി മൂല്യമാണ് എഥനോളിലുള്ളത് എന്നതാണ് കാരണം. അതേസമയം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്ന പ്രചാരണം വ്യാജമാണെന്ന് ആണ് മന്ത്രി പ്രതികരിക്കുന്നത്. നോബൽ മാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, ഈ കാര്യത്തിൽ ഇപ്പോഴും രണ്ടഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരി സമ്മതിച്ചിരിക്കുന്നത് മൈലേജ് കുറയുമെന്ന്. ഒരു ഭാഗത്ത് രാഷ്ട്രീയ വിവാദം കനക്കുന്നുണ്ട്. അവിടെ നിതിൻ ഗഡ്കരിയുടെ മകന്റെയും മക്കളുടെയൊക്കെ പേരിലുള്ള വ്യവസായത്തിന് കൂടുതൽ മൂലധനം കിട്ടാൻ വേണ്ടിയാണ് ഈ തീരുമാനം എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ എഥനോൾ കലർത്തി അല്ലാതെ പെട്രോൾ കൊടുക്കാൻ പറ്റൂല. അന്താരാഷ്ട്ര സാഹചര്യം നമ്മളെ നിർബന്ധിതരാക്കുന്നു. കർഷകർക്കാണ് അതിന്റെ ആനുകൂല്യം കിട്ടുന്നത് എന്നാണ്. എന്താണെങ്കിലും എഥനോൾ മൂലമുണ്ടാവുന്ന പ്രശ്നം, ഒന്ന് മൈലേജ് കുറയുന്നു, രണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ഇതിൽ ആദ്യത്തെ ഇപ്പോൾ മന്ത്രി സമ്മതിച്ചു അല്ലേ നോബൽ മാരിക്കാരൻ? അരുൺ, E20 പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് വലിയ വിവാദങ്ങൾ തുടരുന്നുണ്ട്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, ഒപ്പം മൈലേജ് കുറയുന്നു തുടങ്ങിയ വാദങ്ങളാണ് ഉപഭോക്താക്കൾ ഇതിൽ ഉന്നയിക്കുന്നത്. അതിൽ വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങൾക്ക് പ്രചാരണം നടക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇതിൽ അടിവരയിട്ട് പറഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇക്കാര്യത്തിൽ എന്താണെങ്കിലും കുറച്ച് നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഈ E20 പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഇന്ധനക്ഷമത, അതായത് മൈലേജ് അല്പം കുറയും എന്നാണ് മന്ത്രി ഇപ്പോൾ എന്താണെങ്കിലും സമ്മതിച്ചിരിക്കുന്നത്. അതേസമയം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും എന്ന കാര്യം മന്ത്രി വ്യാജ പ്രചരണമാണെന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മന്ത്രി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പഴയ വാഹനങ്ങൾ, അതായത് 2024 മുൻപ് നിർമ്മിച്ച വാഹനങ്ങളുടെ ചില ഭാഗങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാകാം. അത് മാറ്റി നൽകാനുള്ള നിർദ്ദേശം കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്നാൽ രാജ്യത്ത് ഉപയോഗിക്കുന്നതിൽ ഭൂരിഭാഗം വാഹനങ്ങൾ ഒരുപക്ഷെ 2024 മുൻപ് നിരത്തിൽ ഇറക്കിയ വാഹനങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും ഉപഭോക്താക്കൾ പറയുന്ന ഈ വാഹനങ്ങൾ, പ്രത്യേകിച്ച് പഴയ വാഹനങ്ങൾക്കുണ്ടാകുന്ന ഈ പറഞ്ഞ കംപ്ലൈൻറ്റുകൾ, അതായത് പ്രശ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുന്നത് കൂടിയാകാം മന്ത്രി ഇപ്പോൾ പറയുന്ന ഈ പറഞ്ഞ പഴയ കാറുകൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് വേണം വിലയിരുത്താൻ. എന്താണെങ്കിലും E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം കൊഴുക്കുമ്പോൾ മൈലേജ് കുറയും, അതായത് ഇന്ധനക്ഷമത കുറയും എന്ന കാര്യത്തിൽ മന്ത്രിക്ക് ഇപ്പോൾ സംശയമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ എഥനോളിൻ്റെ കലോറി മൂല്യം പെട്രോളിനേക്കാൾ കുറവാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വ്യക്തമാക്കുന്നു. അതേസമയം നിലവിലത്തെ ഈ പറഞ്ഞ പശ്ചിമേഷ്യ സംഘർഷം അടക്കമുള്ള സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് എഥനോൾ കലർന്ന പെട്രോൾ ഇത്തരത്തിൽ വിപണിയിലേക്ക് എത്തിക്കാനുള്ള തീരുമാനം സജീവമാക്കി തന്നെ നിർത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കാരണം മറ്റ് ബദൽ മാർഗ്ഗങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് രാജ്യത്തിൽ പ്രായോഗികമല്ല എന്നുകൂടി മന്ത്രി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. മന്ത്രിയുടെ മക്കൾക്കൊക്കെ എഥനോൾ ബ്ലെൻഡിംഗ് അടക്കമുള്ള വ്യവസായങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്വന്തം കുടുംബത്തിലേക്ക് ധനം സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എഥനോളിനെ പ്രോത്സാഹിപ്പിക്കുന്ന അടക്കമുള്ള വിമർശനങ്ങൾക്ക് സജീവമായി തന്നെ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ ആ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതാണെങ്കിലും E20 പെട്രോൾ മൈലേജ് കുറയ്ക്കും എന്ന കാര്യം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ നല്ല വില കൊടുത്തു വാങ്ങുന്ന പെട്രോൾ മൈലേജ് കൂടി കുറയ്ക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അക്കാര്യത്തിൽ ഇനിയിപ്പോൾ തർക്കം വേണ്ട, മൈലേജ് കുറയും എന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ സാങ്കേതിക വിദഗ്ധരുമായിട്ടും നമ്മുടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നുണ്ട് മൈലേജ് കുറയും സാറേ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ 10 കിലോമീറ്റർ ഓടേണ്ട വാഹനം ഒരു 7-8 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരു 15 കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്നത് ഒരു 12-13 കിട്ടി എന്നുള്ളതാണ്. അതാണ് എഥനോളിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. മൈലേജ് കുറയും, ഒന്ന്. രണ്ടാമത്തത്, അതിൽ ഈ റബ്ബറിൻ്റെ ചില പാർട്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ചില വിവരം കൂടി ചില ടെക്നീഷ്യൻസ് പറയുന്നുണ്ട്. 2024 ശേഷമുള്ള വാഹനങ്ങളിൽ കാര്യമായിട്ട് എഞ്ചിനുകൾ കേടുപാടുകൾ സംഭവിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റ് വാഹനങ്ങളിൽ ഇത് ഒഴിക്കുന്ന സമയത്ത് ഈ റബ്ബറിൻ്റെ ചില പാർട്സുകൾക്കൊക്കെ ചെറിയ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി ചില ഓട്ടോ ടെക്നീഷ്യൻസ് നൽകുന്നുണ്ട്. പക്ഷേ ഇത് ആധികാരികമായൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് പറയാൻ പറ്റും. ഏതായാലും കേന്ദ്രമന്ത്രി പറയുന്നു മൈലേജ് കുറയും എന്നുള്ളതാണ്. അതിന് വൃത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും?